ഹലോ, യാത്രകളെ ഒരുപാട് സ്നേഹിക്കുന്ന, ഒരുപാട് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഞാൻ. അങ്ങനെ ഞങ്ങളുടെ പുതിയൊരു യാത്ര അധ്യായം തുടങ്ങുകയാണേ. അപ്പം വെൽക്കം ടു ചെന്നൈ ഡയറീസ്. ഇറ്റ്സ് മീ ഗ്രീഷ്മ. അങ്ങനെ ഉച്ചയ്ക്ക് ഏകദേശം 1:30 പാലക്കാട് ജംഗ്ഷനിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ സംഘത്തിൻ്റെ യാത്ര തുടങ്ങുന്നത്. പലപ്പോഴും ഓരോ യാത്രകൾക്കും ഓരോ കാരണം ഉണ്ടാവുമല്ലോ. ഞങ്ങളിത് അപ്രതീക്ഷിതമായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു യാത്രയാണ് കേട്ടോ. ട്രെയിൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് കുറച്ചവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. എന്നാൽ കൂടെ ഞങ്ങളുടെ ട്രെയിന് വളരെ കാത്തിരിപ്പിന് ശേഷം എത്തിയിട്ടോ. പിന്നെ പാലക്കാടിനോട് യാത്ര പറഞ്ഞു ഒരുപാട് പ്രതീക്ഷകളുമായിട്ട് ഞങ്ങളുടെ യാത്ര തുടർന്നു. ഓരോ യാത്രകളിലും സൈഡ് സീറ്റ് തിരഞ്ഞെടുക്കാൻ ഞാൻ ഒട്ടും മറക്കാറില്ല കേട്ടോ. അങ്ങനെ ഇപ്രാവശ്യവും നമുക്കൊരു സൈഡ് സീറ്റ് തന്നെയാണ് കിട്ടിയത്. പിന്നെ ഇതുപോലെ പുറത്തേക്ക് നോക്കി കാഴ്ചകളൊക്കെ കണ്ട് ട്രെയിനിൽ എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്നത് അതും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ ഒരു പെർട്ടിക്കുലർ ടൈം ആയി കഴിഞ്ഞാൽ എൻ്റെ മനസ്സിനോട് പറയും നമുക്കൊരു യാത്രയ്ക്ക് പോയാലോ. അങ്ങനെയാണ് പല യാത്രകളും സംഭവിക്കാറ് കേട്ടോ. ശാന്തസുന്ദരമായിട്ടുള്ള ഇതുപോലുള്ള കാഴ്ചകളൊക്കെ കണ്ട് അടിപൊളിയായിട്ട് യാത്ര കഴിഞ്ഞ് വരുമ്പോഴേക്കും വർക്കിൻ്റെ സ്ട്രെസ്സായാലും മനസ്സിലെ ടെൻഷനായാലും ഒരു പരിധി വരെ മാറിക്കിട്ടാൻ അത് ഹെൽപ്പ് ചെയ്യാറുമുണ്ട്. ചെന്നൈക്ക് ആയതുകൊണ്ട് തന്നെ ഏകദേശം 12 മണിക്കൂറോളം യാത്ര ഉണ്ട് കേട്ടോ. ഞാൻ ഇതുപോലെ ഹെഡ്സെറ്റൊക്കെ വെച്ചൊരു സിനിമ കണ്ടു. പിന്നെ നമ്മുടെ ബിഗ് ബോസ് അഡിക്റ്റ് ഫുൾ ടൈം ബിഗ് ബോസ് വീഡിയോസ് കാണലായിരുന്നു. നേരം നീണ്ട യാത്ര ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം യാത്ര കഴിഞ്ഞപ്പോൾ രേഷ്മ ടയേർഡായിട്ട് ഉറങ്ങിപ്പോയി കേട്ടോ. പിന്നീടുള്ള എൻ്റെ ചിന്ത ആ ട്രെയിനിലെ യാത്രക്കാരെ കുറിച്ചായിരുന്നു. ചികിത്സ ആവശ്യത്തിനും വിദ്യാഭ്യാസ ആവശ്യത്തിനും ജോലി ആവശ്യത്തിനും തുടങ്ങി ജീവിതം ഒരറ്റത്തുനിന്ന് ഒരറ്റത്തേക്ക് കൂട്ടിമുട്ടാൻ യാത്ര ചെയ്യുന്ന പലതരത്തിലുള്ള ആളുകൾ. അങ്ങനെ മണിക്കൂറുകൾ പോയിക്കൊണ്ടിരുന്നു. ഇടയിൽ സ്നാക്സ് കഴിച്ചും ഇന്തുട്ടിയോ വീഡിയോ കോൾ ചെയ്തും ഇതുപോലെ ലുഡോ കളിച്ചും ഞങ്ങൾ ഞങ്ങളുടെ യാത്ര ആസ്വദിച്ചുകൊണ്ടേയിരുന്നു. എന്തായാലും കളിയുടെ അവസാനത്തിൽ ഞാനാണ് കേട്ടോ തോറ്റത്. ഇതൊക്കെയായിരുന്നു ഈ കളിയുടെ അവസ്ഥ. പിന്നെ ഭക്ഷണശേഷം കിടക്കാനുള്ള പ്ലാനിലായിരുന്നു കേട്ടോ എല്ലാവരും. ചെന്നൈ വിശേഷങ്ങളാലും യാത്രാനുഭവങ്ങളാലും ക്യൂരിയസ് ആയ മറ്റൊരു യാത്ര. ഇഷ്ടമായാൽ കൂടെ കൂടുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.